ഇറാൻ സൂപ്പർ പവർ ആവുമോ എന്നൊരു ചർച്ച അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ ശ്രദ്ധേയമായി നടക്കുന്നുണ്ട്. സംഗതി വേറൊന്നുമല്ല, ഇറാന് സൂപ്പർ പവർ ആകാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇറാന് അമേരിക്കയോളമോ റഷ്യയോളമോ ചൈനയോടെയോ ഒന്നും എത്താൻ കഴിയില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ ഒരു കരുത്തനായി മാറാനുള്ള സാഹചര്യങ്ങൾ ഏറെ ഉണ്ട് എന്നതാണ് ചർച്ച ചെയ്യുന്നവരെല്ലാവരും സൂചിപ്പിക്കുന്നത്. ഈ പശ്ചിമേഷ്യയിലെ അമേരിക്ക ഇറാൻ കരാർ ഒപ്പിട്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരമൊരു ഇറാൻ്റെ കുതിപ്പ് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് സ്ഥിതിവിശേഷം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. യൂറോപ്പിൽ എന്തെങ്കിലും ഒരു കെടുതി ഉണ്ടായി, ഒരു രാജ്യത്തൊരു യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇത്രമേലൊന്നും ലോകത്തെ ബാധിക്കില്ല, ഏഷ്യയിലും ബാധിക്കില്ല. എന്നാൽ ഇറാൻ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനുണ്ട്. അത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഒക്കെ ഒത്ത മധ്യത്തിലാണ്. ഈ ഹോർമിസ് കടലിടുക്കെന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇറാന് മാത്രം അവകാശപ്പെട്ടതാണ് ഒരു പരിധിവരെ. അവിടെ പിടിച്ചാൽ ലോകം ചുരുളുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു വലിയ ശക്തിയാകാനുള്ള ഏറ്റവും സൂചിപ്പിക്കപ്പെടുന്ന കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഒരു തന്ത്രപ്രധാനമായ ഒരു ഭൂമിശാസ്ത്രപരമായി ഇറാന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ്. രണ്ടാമത്തെ ഇറാൻ്റെ ഒരു പ്രത്യേകത ഈ പ്രകൃതി വിഭവങ്ങളുടെ ഒരു വൻ ശേഖരമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇന്നും ഊർജാവശ്യങ്ങൾക്കായി ഫോസിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഇറാൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അതുപോലെ വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിലുള്ള ഈ പ്രകൃതി വിഭവങ്ങളുടെ വളരെ അപൂർവമായ സമ്പദ് ശേഖരം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പണ്ടുകാലം മുതലേ ഈ കയർ ഉൽപ്പന്നങ്ങളും കയറും മറ്റു സാധനങ്ങളുമൊക്കെ കയറ്റി അയക്കുന്ന, ഇനിയിപ്പോൾ ഉപരോധം മാറുമ്പോൾ അത് കയർ മേഖലയ്ക്കൊക്കെ വലിയ ഉണർവുണ്ടാവും. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയും ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇറാൻ്റെ പെട്രോളിയവും പ്രകൃതിവാതകവും അത് ധാരാളമായുണ്ട്. ധാതുക്കളും മിനറൽസും ഏതാണ്ട് 68 തരം വിവിധങ്ങളായ ധാതുക്കൾ ഇറാനിലുണ്ട് എന്നാണ് ഈ ജിയോളജിക്കൽ ഡേറ്റ പറയുന്നത്. ചെമ്പിൻ്റെ, ഇരുമ്പയിരിൻ്റെ, അതോടൊപ്പം തന്നെ രത്നങ്ങളും അലങ്കാരക്കല്ലുകളും അടക്കമുള്ള അപൂർവമായ ഒട്ടേറെ പ്രകൃതി വിഭവങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാണ്. കാർഷിക വിഭവങ്ങളിൽ ലോകത്ത് വലിയ മാർക്കറ്റുള്ള കുങ്കുമപ്പൂവിൻ്റെ 90% ഇറാനിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പ്രഗ്നൻ്റ് വിമൺ, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യവുമൊക്കെ കൂടാൻ വേണ്ടി ചുവന്ന സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന കുങ്കുമപ്പൂവ്, അതുപോലെ തന്നെ പിസ്ത, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പിസ്ത, പിന്നെ മറ്റു പല ഫലവർഗ്ഗങ്ങളും, ഈന്തപ്പഴം, മാതള നാരങ്ങ, വാൾനട്ട് അടക്കമുള്ള ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ലോകത്തിൻ്റെ വിപണിയിലേക്ക് ആവശ്യമുള്ളത് നൽകാനായി ഇറാന് കഴിയും എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്തുകളിലൊന്ന്. പിന്നെ അതിൻ്റെ സൈനിക ശേഷിയും അതിൻ്റെ കരുത്തും. ആ സൈനിക ശേഷിയുടെ വലിപ്പം സാങ്കേതികവിദ്യയുടെ വലിപ്പത്തെക്കാൾ മാനവ വിഭവശേഷിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്ത് ഇറാന് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് സംവിധാനങ്ങളെ തങ്ങളുടെ തന്നെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്വയം നിർമ്മിതമായ എല്ലാ ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന ഒരു സംവിധാനമാക്കി മാറ്റുമ്പോൾ ഇനി ഉപരോധങ്ങളെല്ലാം മാറിയാൽ അതിനുണ്ടാകുന്ന വ്യതിയാനം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ചില അസുഖമൊക്കെ കഴിഞ്ഞ് പറയുമല്ലോ, ഇനി അങ്ങ് പെട്ടെന്ന് നന്നാകും, ആ അസുഖം ഉള്ളതുകൊണ്ടാണ് നന്നാകാതിരുന്നത് എന്ന് പറയുന്നത് പോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് ലോകവിപണിയിലേക്ക് എത്തിച്ചേരുന്നതിനും ഇതുപോലെ തന്നെ ആ സൈനിക ശേഷിയുടെ കരുത്തും ഒക്കെ ഉണ്ടാക്കുന്നതിനുമൊക്കെ കാരണമാവും. കാരണം മിഡിൽ ഈസ്റ്റിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ വളരെ കൃത്യതയോടെ എല്ലാ പ്രതിരോധങ്ങളെയും ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ തങ്ങളുടെ ശാസ്ത്രജ്ഞർക്ക് കഴിയും എന്ന് വരുമ്പോൾ ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി തങ്ങളുടെ ഡിഫൻസ് ഫോഴ്സിന് ഇനി ചൈനയുമായോ റഷ്യയുമായോ ഒക്കെ സഹകരിച്ച് പല കാര്യങ്ങളും സ്വായത്തമാക്കാനും ഒളിച്ചും പതുങ്ങിയും ചെയ്യുന്ന പലതും ഉറക്കുകയും ചെയ്യാനും ഒക്കെ അവസരങ്ങൾ വരുമ്പോഴേക്ക് അതൊക്കെ ഒരു ശാക്തിക ചേരി ഉണ്ടാകുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഇറാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പ്രതിരോധ ശൃംഖലയാണ്. ഈ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെയും ഉപയോഗിക്കുന്നത് ഇപ്പം മുസദ്,
അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് CIA എന്നൊക്കെ പറയുന്ന സംഗതികൾക്കപ്പുറത്ത് ഈ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും ഒരു നിര പോലെ ഹിസ്ബുള്ളയും ഹൂത്തിയും ഇറാഖ് മിലിഷ്യയും ഒക്കെ അടങ്ങുന്ന ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. പലപ്പോഴും അമേരിക്കയ്ക്ക് അതുണ്ടായിരുന്നത് യൂറോപ്പിൽ നിന്നായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ യൂറോപ്പ് അവരെ കൈവിട്ടു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രയേലിനുള്ളതിപ്പോൾ ആകെയുള്ളത് അമേരിക്ക മാത്രമാണ്. പിന്നെ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന പാവ സർക്കാരുകളെ വെച്ചിട്ടുള്ള ഈജിപ്റ്റ്, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ്. അവരൊക്കെയും അവിടെ പേരിനിരിക്കുന്നെങ്കിലും ആ രാജ്യത്തെ കാര്യങ്ങൾ നടത്തുന്നത് മറ്റു പല സംവിധാനങ്ങളിലൂടെയുമാണ്. ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ ഒരു പാരലൽ സർക്കാരാണ് ലെബനനിലെ. അവർ ഇന്ധനം വിൽക്കുന്നുണ്ട്, അവർക്ക് സ്വന്തമായി സൈന്യ സംവിധാനമുണ്ട്, അവർക്കെല്ലാ ഏർപ്പാടുകളുമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരവരുടെ പ്രസിഡൻറ്റിനെയോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരെയോ ഒക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാന് കൂടുതൽ ശക്തി നൽകും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചൈനയുടെയും റഷ്യയുടെയും കലവറയില്ലാത്ത പിന്തുണ വരുന്നതോടുകൂടി അവർക്ക് പശ്ചിമേഷ്യയിൽ ഒരു തന്ത്രപ്രാധാന്യമുള്ളൊരു പങ്കാളിയെ വേണം. കാരണം ഇല്ലെങ്കിൽ ഇത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു തട്ടകമായി മാറും. അതിന് ചൈന കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സൗദി അറേബ്യയോടും അതുപോലെ തന്നെ UAE മറ്റ് രാജ്യങ്ങളോടുമെല്ലാം ഒരു ഐത്തവും അകലവും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിരുദ്ധതയുടെ ആ ഭാവം ഉപേക്ഷിച്ച് ഒരു വ്യാപാര പങ്കാളിയെന്നും ഒരു തന്ത്രപ്രധാനമായ പങ്കാളിയെന്നുമൊക്കെയുള്ള ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇറാൻ്റെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതൊരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. അമേരിക്കയെ പോലെയോ അല്ലെങ്കിൽ ഇസ്രയേലിനെ പോലെയോ ഒക്കെ ഒരു സൂപ്പർസോണിക് സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ലോകോത്തര ശക്തിയിലേക്കോ ഒക്കെയുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കുറച്ച് പ്രതിസന്ധികൾ പല കാരണങ്ങളിലും ഉണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപരോധം നീങ്ങി സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ച് ഒരു സ്വാതന്ത്ര്യം കൈവന്നാൽ ഈ യുദ്ധത്തിൻ്റെ പ്രതിരോധവും ചെറുത്തുനിൽപ്പും ഇറാന് നൽകുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൽ അവർ പശ്ചിമേഷ്യയിലെ അവഗണിക്കാനാവാത്ത ഒരു കരുത്തുറ്റ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.